അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആവറേജ് ആണ് പഠിക്കാൻ പോകുന്നത്. ആവറേജ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനകത്തിൽ അറിഞ്ഞിരിക്കാനുണ്ട്. പലർക്കും അതറിയത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഒരാളോട് ചോദിക്കുകയാണ്, എടാ മോനെ എന്തുവാടാ ആവറേജ്, ആവറേജ് എന്തുവാന്ന് ചോദിച്ചാൽ അവൻ എന്നോട് പറയുന്ന ഉത്തരം, സാർ ഇറ്റ് ഈസ് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്തോ അതാണ് ശരാശരി എന്നാണ് ഭൂരിഭാഗം ആളുകളും മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അവരോട് നമ്മൾ തിരിച്ചു ചോദിക്കും, എടാ അപ്പോൾ സം എന്തുവാ? അപ്പോൾ ഉടനെ അവൻ പറയും, സാർ ഈ താഴെ കിടക്കുന്ന ഇപ്പുറത്തോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, എന്നിനെ ആവറേജ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ സം ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ എന്ന് പറയും. സോ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ അവർ പറയും സം ഡിവൈഡഡ് ബൈ ആവറേജ് ആണെന്ന് പറയും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഈ ആവറേജ് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ശരാശരി എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു 99% പേരും ആദ്യം പറയുന്നത് ഈ ഒരു കാര്യമാണ്. എന്താണ് ആവറേജ് എന്ന് ചോദിച്ചാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്, തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നൊക്കെ പറയും. ഇപ്പോൾ ഞാൻ സിഗ്മ എന്ന് പറഞ്ഞിട്ട് ഇ ആണ് എഴുതിയത്, സോറി സിഗ്മയുടെ സൈൻ അതല്ല, ഇങ്ങനെ എഴുതും. സിഗ്മ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സംഖ്യകളുടെ തുകയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയും. അതായത് തുക ഭാഗം എണ്ണം, തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ശരാശരി കിട്ടും. പക്ഷേ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല എനിക്ക് കിട്ടിയത്. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചത്, കുഞ്ഞെ ശരാശരി എന്താണെന്നാണ്. പക്ഷെ കുഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നത് ശരാശരി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. എന്താണ് ഗ്രാവിറ്റി എന്ന് ചോദിക്കുമ്പോൾ ഗ്രാവിറ്റിയുടെ ഇക്വേഷൻസും അതിൻ്റെ ഫോർമുലാസും അതൊക്കെയാണോ പറയേണ്ടത്? അല്ല, ആദ്യം ആ സാധനം എന്താണെന്ന് പറയണം, അല്ലേ? എന്തൊരു സാധനവും എന്താണെന്ന് ചോദിക്കുമ്പം ആദ്യം അതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ആ സാധനം എന്താണെന്ന് പഠിച്ചിട്ടാണ് പിന്നെ ഇക്വേഷനിലേക്ക് പോകുന്നത്. സോ വാട്ട് ഈസ് ആവറേജ്, എന്താണ് ശരാശരി, അതാണ് ആദ്യം മനസ്സിലാക്കിയിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിരുന്നാൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും റെഡിയായി. അതായത് ശരാശരി എന്താണെന്ന് ചോദിച്ചാൽ കുറേ സംഖ്യകളുണ്ടെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ ഒരു ഓർഡറിൽ എഴുതി, ചെറുതിൽ നിന്ന് വലുതിലോട്ടോ വലുതിൽ നിന്ന് ചെറുതിലോട്ടോ ഒക്കെ എഴുതിയെന്നും വിചാരിക്കുക. ഏകദേശമൊക്കെ നടുക്ക് നിൽക്കുന്ന സംഖ്യയാണ് ആവറേജ്. അതായത് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. എടാ ഒരു ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? 50 പിള്ളേരുണ്ട്. ഈ 50 കുട്ടികൾക്കായിട്ട് ഞാൻ ഒരു പരീക്ഷ നടത്തുന്നു. 50 മാർക്കിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ 50 കുട്ടികൾക്ക് 50 മാർക്കിൻ്റെ പരീക്ഷ ഞാൻ നടത്തി. എടാ പല പിള്ളേർക്കും പല മാർക്കല്ലയോ കിട്ടുക. 2 മാർക്ക് കിട്ടിയവൻ കാണും, 8 മാർക്ക് കിട്ടിയവൻ കാണും, 10 കിട്ടിയവൻ കാണും, 12, അങ്ങനെ പോയി മാക്സിമം മാർക്ക് 50 ആണ്. ഇതിൽ ഏറ്റവും മിടുക്കന് 48 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ പല മാർക്ക്, ചിലപ്പോൾ 10 മാർക്ക് കിട്ടിയ 2 പേര് കാണും, 32 മാർക്ക് കിട്ടിയ 3 പേര് കാണും, 15 മാർക്ക് കിട്ടിയ 4 പേര് കാണും. അങ്ങനെ എല്ലാം കൂടെ 50 പേരാണ്, 50 കുട്ടികളാണ്. അപ്പോൾ 50 കുട്ടികൾക്ക് കിട്ടിയ മാർക്കുകളാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ എന്നോട് ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? ഇക്വേഷൻ യൂസ് ചെയ്യും, സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. എനിക്ക് സമ്മ് കിട്ടി, എത്രയോ ഒരു നമ്പർ കിട്ടി, സമ്മായിട്ട് ഞാൻ അതിനെ 50 കൊണ്ട് ഹരിച്ചു. കാരണം എണ്ണം 50 കുട്ടികളാണ്. അപ്പോൾ എനിക്ക് ഇതാണ്ട് ആവറേജ് കിട്ടി 35. ഇതിൻ്റെ അർത്ഥം എന്താ? ഈ 35ൻ്റെ അർത്ഥം എന്താ? അതാണ് ആവറേജ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആവറേജ് ക്ലിയർ ആയി. എടാ ഈ 35 എന്ന് പറഞ്ഞാൽ ഇതിനകത്തിലാണ് ഈ 50 കുട്ടികൾ, 50 കുട്ടികളെയാണ് ഞാൻ ഈ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഈ 50 കുട്ടികളെയും ഞാൻ ഒരാളായിട്ട് കണ്ടാൽ, അതായത് ഈ 50 കുട്ടികളെയും കൂടെ ഞാൻ ഒരാളായിട്ട് സങ്കല്പിച്ചാൽ അയാളുടെ മാർക്കാണ് 35 എന്ന് പറഞ്ഞാൽ ഈ 50 പേരുടെയും റെപ്രസെന്റേറ്റീവ് വാല്യൂ ആണ് ഏത്? 30. അതായത് ഇപ്പോൾ ഈ ക്ലാസിന്റെ പേര് 10ാം ക്ലാസ് സി ഡിവിഷൻ ആണെന്നിരിക്കട്ടെ. 10C, 10ാം ക്ലാസ് സി ഡിവിഷൻ. ഈ 10C എന്ന ക്ലാസിന്റെ മാർക്കാണ് 35. അതായത് 10Cയെ റെപ്രസെന്റ് ചെയ്യുന്നത് 35 ആണ്. സോ ഈ 50 കുട്ടികൾക്കും പകരം നിൽക്കുന്ന ആളാണ് 35. അല്ലാതെ ഈ ക്ലാസ്സിനകത്തിൽ സുമേഷ് കാണും, എൽദോ കാണും, ഇക്രു കാണും, തങ്കമണി കാണും, അമ്മിണി കാണും, ഒരുപാട് പേര് കാണും. അവരുടെ ആരുടെയും മാർക്കല്ല 35. 35 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്ലാസ്സിലെ മൊത്തം 50 കുട്ടികളെയും ഞാൻ ഒരാളായിട്ട് കണ്ടാൽ അയാളുടെ മാർക്കാണ് എന്ത്? 35. സോ എന്താണ് ആവറേജ്? Average is a single number that represents a group of numbers. ഇവിടെ ഒരു കൂട്ടം സംഖ്യകളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഖ്യയെ വിളിക്കുന്ന പേരാണ് ആവറേജ്. അപ്പൊ ഈ 50 പേർക്കും പകരമായിട്ട് ഒരാളുണ്ടെങ്കിൽ
അയാളെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്ലാസ്സിലെ ലീഡർ എന്നൊക്കെ പറയുന്ന പോലെ. അല്ലെങ്കിൽ ആ 50 പേരെയും റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് 35. ഈ 35-ന് ഇനി ഒരു പ്രത്യേകതയുണ്ട്. എന്താ? എടാ, ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ മാർക്ക് 2 ആയിരുന്നല്ലോ. ആവറേജ് 2 വന്നോ? ഇല്ല. ഈ കൂട്ടത്തിലെ ഏറ്റവും മിടുക്കൻ, ഏറ്റവും വലിയ മാർക്ക് മേടിച്ചത് എത്ര? 48 ആണ്. ആവറേജ് 48 വന്നോ? ഇല്ല, വരുത്തില്ല. അതാണ് ആവറേജിന്റെ പ്രത്യേകത. ആവറേജ് മേ നോട്ട് ബി ദ ലീസ്റ്റ് നമ്പർ ആൻഡ് മേ നോട്ട് ബി ദ ഹയസ്റ്റ് നമ്പർ. ആവറേജിന് എപ്പോഴും നടുക്ക് നിൽക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഈ ആവറേജിന്റെ മറ്റൊരു പേരാണ് അരിത്തമാറ്റിക് മീൻ എന്ന് പറയും. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നൊരു ഓമന പേരിട്ട് 3 ആളുകളെ നമ്മൾ പറയും: മീൻ, മീഡിയൻ, മോഡ്. ഇവർക്കെല്ലാം നടുക്കോട്ട് വരാൻ ഉള്ള പ്രവണത കൂടുതലുള്ള ആളുകൾ. ആവറേജിന് എപ്പോഴും നടുക്ക് നിൽക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് മീൻ, മീഡിയൻ, മോഡിനെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, നടുക്ക് നിൽക്കാൻ ഇഷ്ടമുള്ള ആളുകൾ. ആവറേജിന് ഒരിക്കലും ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ബയാസ്ഡ് ആവാൻ താല്പര്യമില്ല. ആവറേജ് ഒരിക്കലും ആ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കത്തില്ല. ആവറേജ് ഒരിക്കലും ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ നമ്പറും ആയിരിക്കത്തില്ല. ആവറേജിന് ഇഷ്ടം നടുക്ക് നിൽക്കാനാണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ ആവറേജ് എന്ന് പറയുമ്പോൾ കൃത്യം നടുക്ക് വന്നില്ലെങ്കിലും ഏകദേശമൊക്കെ നടുക്ക് വരുന്ന സംഖ്യയായിരിക്കും. അപ്പൊ അതാണ് ആവറേജിന്റെ പ്രത്യേകത. അപ്പൊ എന്താണ് ആവറേജ് എന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടം സംഖ്യകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ് ആവറേജ്. ആവറേജ് ഈസ് എ സിംഗിൾ നമ്പർ ദാറ്റ് റെപ്രസെന്റ്സ് എ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ ഒരു ഗ്രൂപ്പിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ആര്? ആവറേജ്. പറഞ്ഞാൽ മനസ്സിലായോ? സോ ആവറേജുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ആവറേജ്. ഒരു കൂട്ടം സംഖ്യകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിംഗിൾ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ആവറേജ്. അയാൾ ഒറ്റയ്ക്കാണെന്ന് തോന്നും, പക്ഷെ അയാൾ ഒറ്റയ്ക്കല്ല, അയാളുടെ പുറകിൽ ഒരു പട തന്നെയുണ്ട് എന്നൊക്കെ KGF പറയുന്നത് പോലെ ഒരു കൂട്ടം നമ്പറുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിംഗിൾ നമ്പറാണ് എന്തെന്ന് പറയുന്നത് മക്കളെ? ആവറേജ്. ആവറേജ് ഒരിക്കലും ആ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കത്തില്ല, ആ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ സംഖ്യയുമായിരിക്കത്തില്ല, ഏകദേശം നടുക്ക് വരുന്ന സംഖ്യ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോടാ? അപ്പോൾ ഇത് ഇത്രയും മനസ്സിൽ വെച്ചേക്കുക. ഇനി ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. അല്ലെ? ശരാശരി എന്ന് പറഞ്ഞാൽ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് എന്ന് നമ്മൾ വിശദമായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ക്ലാസ്സിൽ ഞാനൊരു 3 ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ. വീണ്ടും ഇതിൻ്റെയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പാർട്ട് 2 വീഡിയോ വരും. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയാം. ആവറേജ് മുഴുവനായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ട് പോയി എന്ന് പറയരുത്. ഈ ഒരു ക്ലാസ്സിലൂടെ ഇതിൻ്റെ ബേസ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അതാണ്. ഇനി ആവറേജിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് നോക്കാം. എടാ, ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നമ്പർ ഉണ്ട്, 1, 2, 3. ഇതിൻ്റെ ആവറേജ് ഞാൻ കണ്ടുപിടിക്കുകയാണേ. ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക? തുക ഭാഗം എണ്ണം. 1 + 2 + 3 ഡിവൈഡഡ് ബൈ 3. ഇവിടെ എത്ര കിട്ടും? 3 × 2 5 1 6 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും മക്കളെ? 2. ഇനി ഞാൻ ഈ ഓരോ നമ്പറിനെ 5 കൊണ്ട് അങ്ങ് ഗുണിക്കുവാണേ. അപ്പോൾ 1-നെ 5 കൊണ്ട് ഗുണിച്ചു, 2-നെ 5 കൊണ്ട് ഗുണിച്ചു, 3-നെ 5 കൊണ്ട് ഗുണിച്ചു. എടാ, അപ്പോൾ എനിക്ക് എത്രയൊക്കെ കിട്ടും? 5, 10, 15. ഇപ്പോഴും ഞാൻ ആവറേജ് കണ്ടുപിടിക്കുകയാണേ. ആവറേജ് ഈസ് ഈക്വൽ ടു 5 + 10 + 15 ഡിവൈഡഡ് ബൈ 3 സംഖ്യകളല്ലേ, 3 എണ്ണം കൊണ്ട് ഹരിച്ചു. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടി മക്കളെ? 10 എന്ന് കിട്ടി. ഓക്കെ. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടേ. എന്താണ്? എടാ, ആദ്യത്തെ സംഖ്യകൾ നോക്കിക്കുക. ആവറേജ് എത്ര വന്നു? 2 വന്നു. പിന്നെ ഞാൻ എന്താ ചെയ്തേ? എടാ, ഓരോ നമ്പറിനെയും ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എൻ്റെ ആവറേജ് എന്ത് ചെയ്തു? 5 കൊണ്ട് മൾട്ടിപ്ലൈഡ് ആയി. ഇതാണ് ഗ്രൂപ്പ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ആവറേജ് എന്ന് പറയുമ്പോൾ ഈ 1, 2, 3 എന്ന് പറയുന്ന സെറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. അപ്പൊ അതിനെന്ത് സംഭവിക്കുന്നോ അതേ ചേഞ്ച് തന്നെ ആവറേജിന് സംഭവിക്കും. അതായത് ഈ നമ്പറിനെ എല്ലാം ഞാൻ 5 കൊണ്ട് ഗുണിച്ചാൽ എൻ്റെ ആവറേജും 5 കൊണ്ട് മൾട്ടിപ്ലൈഡ് ആകും. So, if each of the number is multiplied by a constant means the average is also get multiplied by the same constant. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സംഖ്യകളെ നിങ്ങൾ എല്ലാവരെയും ഒരു നമ്പർ കൊണ്ട് ഗുണിക്കണം. ഇവിടെ എല്ലാത്തിനെയും ഞാൻ 5 1-നെ 5 1-നെ 6 1-നെ 7 1-നെ തോന്നിയത് അങ്ങനെയുള്ള പരിപാടി നടക്കത്തില്ല. എല്ലാത്തിനെയും ഞാൻ ഒരേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ എൻ്റെ ആവറേജും അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈഡ് ആകും. അല്ലാതെ ഇവിടെ വീണ്ടും ഇങ്ങനെ ആവറേജ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനെയും 5 കൊണ്ടാണ് ഗുണിച്ചതെങ്കിൽ പഴയ ആവറേജ് 2 ആയിരുന്നെങ്കിൽ പുതിയ ആവറേജ് 2 × 5 10 ആയിരിക്കും എന്ന കാര്യം എൻ്റെ മക്കൾ ഓർത്തിരിക്കണം.
അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന പല ചോദ്യങ്ങളും ഉണ്ടാകും. ഇനി എന്താണ്ട് അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാം. വീണ്ടും ഞാൻ കുറച്ച് നമ്പർ എടുത്തു. 1, 2, 3. ആവറേജ് എത്ര കിട്ടി? എല്ലാം കൂടെ കൂട്ടുക. 3, 2, 5, 1, 6. 6 ഡിവൈഡഡ് ബൈ 3 2. വീണ്ടും നോക്കിക്കോ. 1, 2, 3, 4. ആവറേജ് എത്ര? 4, 3, 7, 2, 9, 1, 10. 10നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 2.5 എന്ന് കിട്ടും. അടുത്തത് നോക്കിക്കേ. 1, 2, 3, 4, 5. ആവറേജ് എത്ര മക്കളെ? എല്ലാം കൂടെ കൂട്ടുക. 2, 1, 3, 3, 3, 6. 6, 4, 10. 10, 5, 15. 15 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടൂടാ? 3. വീണ്ടും നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7. എന്താ ആവറേജ് എത്ര? 2, 1, 3, 3, 3, 6. 6, 4, 10. 10, 5, 15. 15, 6, 21. 21, 7, 28 ഡിവൈഡഡ് ബൈ 7 എത്ര കിട്ടും? 4. എന്തെങ്കിലും പ്രത്യേകത കിട്ടിയോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയോ ഇവിടെ? നോക്കിക്കേ. തുടർച്ചയായ സംഖ്യകളാണെങ്കിൽ ഗ്യാപ്പ് തുല്യമായിരിക്കണം. ഇവിടെ എല്ലായിടത്തും 1 വീതമാണ് വരുന്നത്. അപ്പോൾ 1 വീതം വരാം, 2 വീതം വരാം, 3 വീതം. എത്ര? ഗ്യാപ്പ് തുല്യമാണെങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ നടുക്കത്തെ സംഖ്യ ആയിരിക്കും. നോക്കിക്കേ. ആവറേജ് എത്ര? ഇവിടെ നോക്കിക്കേ. 2.5. 1, 2, 3, 4. ഇവിടെ നടുക്കെന്ന് പറയാൻ 3നെയും പറ്റത്തില്ല, 2നെയും പറ്റത്തില്ല. അപ്പോൾ 2ന്റെയും 3ന്റെയും നടുക്ക് വരുന്നത് ആരാ? 2.5. ഇവിടെ നോക്കിക്കേ. 1, 2, 3, 4, 5. നടുക്കത്തെ സംഖ്യ ഏതാ? 5. 1, 2, 3, 4, 5, 6, 7. നടുക്കത്തെ സംഖ്യ ഏതാ? 4. സോ പഠിക്കേണ്ട കാര്യം എന്താ? കോൺസിക്യൂട്ടീവ് നമ്പറിന്റെ ആവറേജ് എപ്പോഴും അതിന്റെ മിഡിൽ ടേം ആയിരിക്കും. ദി ആവറേജ് ഓഫ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇസ് ഓൾവേസ് വിൽ ബി ദെയർ മിഡിൽ ടേം. തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും നടുക്കത്തെ സംഖ്യ ആയിരിക്കും. തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും എന്തായിരിക്കും? നടുക്കത്തെ സംഖ്യ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ സംഖ്യകളെ നമുക്ക് വേറൊരു പേരിട്ടും വിളിക്കാം. 1, 2, 3, 1, 2, 3, 4. ഇതിനെല്ലാം വേറൊരു പേരിട്ടും വിളിക്കാം. എന്താണെന്നറിയോ? എന്താ ഇതിനെ പേരിട്ട് വിളിക്കുന്നത്? 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ഇന്നും അതാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്താണ്? തുടർച്ചയായ സംഖ്യകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്യാപ്പ് തുല്യമായി പോകുന്ന സംഖ്യകളെ നമ്മൾ ഒരു പേര് വിളിക്കും. എന്താണ്? സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമാറ്റിക് പ്രോഗ്രഷൻസ്. അപ്പോൾ ഒരു AP-യുടെ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആവറേജ് ഓഫ് ആൻ AP. നോക്കിക്കേ. ഇതെല്ലാം സമാന്തര ശ്രേണികളാണല്ലോ. പൊതുവ്യത്യാസം 1 ആയിട്ടുള്ള സമാന്തര ശ്രേണികളാണ്. നിങ്ങൾ ഈ നടുക്കത്തെ സംഖ്യ എന്നുള്ള കോൺസെപ്റ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒന്ന് നോക്കിക്കേ. വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കിട്ടിയോ? നോക്ക്. ആദ്യത്തെ 1ഉം അവസാനത്തെ 3ഉം കൂടെ കൂട്ടുക. 1 + 3. എന്നിട്ട് അതിന്റെ പകുതി എടുത്താൽ പോരെ? 4ന്റെ പകുതി 2 അല്ലേ? അതെ. ഇവിടെ നോക്കിക്കേ. ഈ 4ഉം ഈ 1ഉം കൂടെ കൂട്ടുക. 5. 5ന്റെ പകുതി എത്ര മക്കളെ? 2.5. ഇവിടെ നോക്കിക്കേടാ. ഈ 1ഉം ഈ 5ഉം കൂടെ കൂട്ടുക. എത്ര കിട്ടും? 6. 6ന്റെ പകുതി എത്ര? 3. ഇവിടെ നോക്കിക്കേടാ. ഈ 1ഉം ഈ 7ഉം കൂടെ കൂട്ടുക. എത്ര കിട്ടും? 8. 8ന്റെ പകുതി എത്ര? 4. സോ ആവറേജ് ഓഫ് AP, ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. സോ AP അല്ലെങ്കിൽ സമാന്തര ശ്രേണികളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. അശരീരി പോലെ മുഴങ്ങണം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ പരീക്ഷാ ഹോളിൽ ചെന്നിരിക്കുമ്പോൾ കേട്ടോ. സമാന്തര ശ്രേണികളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ആദ്യ പദം പ്ലസ് അവസാന പദം ഭാഗം 2. അപ്പൊ ചോദിക്കും, ഇത് രണ്ടും കൂടെ എന്തിനാ പഠിച്ചു വെക്കുന്നത്? നടുക്കത്തേതാന്ന് ഓർത്താൽ മതിയെന്ന്. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 1 ലക്ഷത്തിൽ താഴെയുള്ള 5ന്റെ ഗുണിതങ്ങളുടെ ശരാശരി കാണുക. 1 ലക്ഷത്തിൽ താഴെയുള്ള 5ന്റെ ഗുണിതങ്ങളുടെ ശരാശരി കാണുക. അതിൻ്റെയൊക്കെ ഊപ്പാട് വരും നടുക്കത്തേത് എഴുതി വട്ടവിടാൻ പോയി കഴിഞ്ഞാൽ. 1 ലക്ഷത്തിൽ താഴെയുള്ള 5ന്റെ ഗുണിതങ്ങളുടെ ശരാശരി എന്ന് പറയുമ്പോൾ 5, 10, 15, 20, 25, 30, 35 എഴുതി പോയി 99,99,995 അല്ലേ? 99 ലക്ഷം 99, 1 ലക്ഷത്തിൽ താഴെയല്ലേ പറഞ്ഞത്. അപ്പോൾ 99,995 വരെ എഴുതണം. എന്നിട്ട് ഇത്രയും സംഖ്യകൾ എഴുതി നടുക്കത്തെ സംഖ്യ വട്ടവിടാൻ പോകണം. നിങ്ങൾക്ക് എത്രമാത്രം സമയമെടുക്കും? പക്ഷേ AP-യുടെ ആവറേജ് അറിയാമെങ്കിലോ? ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. വെരി സിമ്പിൾ. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു കോൺസെപ്റ്റ് AP കോൺസെപ്റ്റ് കൂടെ മനസ്സിലാക്കി വെച്ചേക്കണം ആവറേജിന്റെ കാര്യം പറയുമ്പോൾ. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളടാ. തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി എപ്പോഴും നടുക്കത്തെ സംഖ്യ ആയിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ ഒരു AP അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ, ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം
പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ആണോ മക്കളെ? എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില ചോദ്യങ്ങളിലേക്ക് പോകാം. 3 ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് അതുകൂടെ പറഞ്ഞിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്തേക്കാം. മക്കളെ, ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളായി പോയി എന്ന് നിങ്ങൾ വിചാരിക്കും. ഇതിൻ്റെ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് എന്ത് പാടാണ്. എല്ലാം കൂടെ കൂട്ടുക, എണ്ണം കൊണ്ട് ഹരിക്കുക. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 8 4 12 6 18 5 ഓക്കെ 10,010 എന്ന് കിട്ടും. 10,010 ഡിവൈഡഡ് ബൈ 1 2 3 4 5 5 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എത്ര കിട്ടൂടാ? 2002 എന്ന് കിട്ടും. ആൻസർ ശരിയാണോ? അതെ. പിന്നെ എന്താണ് ഈ ചോദ്യം എടുത്തോണ്ട് വന്നതിന്റെ പ്രസക്തി? തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് ഈ ചോദ്യം എടുത്തോണ്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. ഇതെല്ലാം 2000വുമായി വളരെയധികം അടുപ്പം കാണിക്കുന്ന സംഖ്യകളല്ലേ? എല്ലാം 2000ത്തിന് അടുത്താണ്. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, ഇതിന്റെ ആവറേജ് 2000 ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ സംഖ്യകളെല്ലാം 2000 ആയിരുന്നെങ്കിൽ ആവറേജും എത്ര ആയേനേടാ? 2000 ആയേനെ. സപ്പോസ് നിങ്ങൾ കണ്ണടച്ച് നോക്കുമ്പോൾ ഇതെല്ലാം 2000 ആണെന്ന് മനസ്സിൽ അസ്യൂം ചെയ്യുക. അപ്പോൾ ആവറേജ് എത്ര കിട്ടിയേനെ? 2000 കിട്ടിയേനെ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ 4 കൂടുതലാണ്, ഇവിടെ 2 കുറവാണ്, ഇവിടെ 4 കുറവാണ്, ഇവിടെ 5 കൂടുതലാണ്, ഇവിടെ 7 കൂടുതലാണ്. 2000-നേക്കാൾ ചിലയിടത്ത് കൂടുതലാണ്, ചിലയിടത്ത് കുറവാണ്. ഒരിടത്ത് 4 കൂടുതൽ, ഒരിടത്ത് 2 കുറവ്, ഒരിടത്ത് 4 കുറവ്, ഒരിടത്ത് 5 കൂടുതൽ, ഒരിടത്ത് 7 കുറവ്. 7 കൂടുതൽ. അപ്പോൾ ഈ വ്യത്യാസങ്ങളെ നമ്മൾ മീൻ ഡീവിയേഷൻ എന്നൊക്കെ വിളിക്കും. അത് നിങ്ങൾ അങ്ങനെയുള്ള വാക്കുകളിലേക്കൊന്നും പോകണ്ട. അപ്പോൾ നമുക്കിവിടെ ആവറേജ് കണ്ടുപിടിക്കാൻ എന്തായാലും 2000 ആണെന്ന് വിചാരിക്കുക. സോ പിന്നെ ഈ എക്സ്ട്രാ വന്നിട്ടുള്ളതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചാൽ പോരായോ? എന്നിട്ട് അത് 2000-ൽ കൂട്ടണമെങ്കിൽ കൂട്ടുക, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എക്സ്ട്രാ വന്നിട്ടുള്ളതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ +4 -2 -4 +5 +7. അപ്പോൾ ഇതിന്റെ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടണം, എണ്ണം കൊണ്ട് ഹരിക്കണം. കൂട്ടുമ്പോൾ +4ഉം -4ഉം വെട്ടിപ്പോകും. കാരണം ഡിഫറൻസ് സൈനുള്ള നമ്പർ തമ്മിൽ ആഡ് ചെയ്താൽ 0 കിട്ടും. പിന്നെ -2ഉം +5ഉം വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം 5 വലുത്, 5ൽ നിന്ന് 2 കുറച്ച് 3. 3ന്റെ സൈൻ എന്തുവാ? വലുതിന്റെ സൈൻ ഏതാ? പ്ലസ്. അപ്പം +3ഉം +7 കൂട്ടുമ്പോൾ എത്ര കിട്ടൂടാ? +10 എന്ന് കിട്ടും. പോസിറ്റീവ് ആണ്. അതെ. സോ +10 ഡിവൈഡഡ് ബൈ ആവറേജ് കണ്ടുപിടിക്കേണ്ടത്. തുക മാത്രമേ കിട്ടിയുള്ളൂ. ഇനി എണ്ണം വേണം. എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5. ഓക്കെ. സോ 2000 + 2 എത്ര കിട്ടും? 2002. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനേക്കാൾ എളുപ്പം എഴുതി കൂട്ടി ചെയ്യുന്നതല്ലേ സാർ, എഴുതി കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നതല്ലേ? പക്ഷേ ഒന്ന് നോക്കിക്കഴിയുമ്പോൾ 4 കൂടുതൽ 2 കുറവ്, 4 കൂടുതൽ 2 കുറവ്, 4 കുറവ്, 5 കൂടുതൽ 7 കൂടുതൽ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാലോചിച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയും കൂടി ഒരു മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇത് എവിടെ നടക്കത്തുള്ളൂ? ഇപ്പം വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. 17 3458 294 1,36,219 ഇത്രയും സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഈ പരിപാടി നടക്കത്തില്ല. ബിക്കോസ് ഈ നമ്പേഴ്സ് എല്ലാം ഒരു ക്ലോസസ്റ്റ് നമ്പർ ആയിരിക്കണം. അതായത് എല്ലാ നമ്പറിനും അവർക്ക് ഈസിലി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഉണ്ടായിരിക്കണം. ഇപ്പം ഈ നമ്പർ എല്ലാം 2000-ഓട് അടുത്ത് നിന്നതുകൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചോണം. അപ്പോൾ എല്ലാ നമ്പറിനെയും ഇവർക്ക് എല്ലാവർക്കും ഒരു നെയ്ബർ നമ്പർ ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് ഈ ഒരു ടെക്നിക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഫൈൻഡ് ദി ആവറേജ് ഓഫ് ഓൾ ദി 2-digit നമ്പേഴ്സ് വിച്ച് ലീവ്സ് എ റിമൈൻഡർ ഓഫ് 2 when divided by 5. അതായത് 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന എല്ലാ 2 അക്ക സംഖ്യകളുടെയും ശരാശരി കാണുക. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് 2 അക്ക സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഏതാണ്? 10 മുതൽ 99 വരെ. 10-നേക്കാൾ ചെറിയൊരു 2 അക്ക സംഖ്യയും ഇല്ല, 99-നേക്കാൾ വലിയൊരു 2 അക്ക സംഖ്യയും ഇല്ല. അപ്പോൾ ഇനി 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരുന്ന 2 അക്ക സംഖ്യ. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരണമെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ ആയ ശിഷ്ടം വരുമോ? ഇല്ല. 5നെ 5 കൊണ്ട് ഹരിച്ച ശിഷ്ടം വരത്തില്ല. 10നെ 5 കൊണ്ട് ഹരിച്ച ശിഷ്ടം വരത്തില്ല. 40നെ 5 കൊണ്ട് ഹരിച്ച ശിഷ്ടം വരത്തില്ല. കാരണം എന്താ? 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ശിഷ്ടം വരത്തില്ല. അപ്പൊ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 5ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ 5ന്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ ഏതാ? 5. അതിനോട് 2 കൂട്ടുമ്പോൾ എത്ര ആയിരിക്കും? 7. 5ന്റെ അടുത്ത മൾട്ടിപ്പിൾ എത്ര? 10. 2 കൂട്ടുമ്പോൾ എത്ര ആയിരിക്കും? 12. 5ന്റെ അടുത്ത മൾട്ടിപ്പിൾ എത്ര? 15. 2 കൂട്ടുമ്പോൾ എത്ര ആയിരിക്കും? 17. അങ്ങനെ പോയി 100-ൽ താഴെയുള്ള 5ന്റെ അവസാനത്തെ മൾട്ടിപ്പിൾ എത്ര? 100-ന് താഴെയുള്ള 5ന്റെ അവസാനത്തെ മൾട്ടിപ്പിൾ ഏതാ? 95. അതിന്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 97. ഇനി നിങ്ങൾക്ക് ഈ എടുത്ത ഏതെങ്കിലും നമ്പർ, അതായത് 17 കഴിഞ്ഞ് അടുത്ത എത്ര ആയിരിക്കും? അടുത്ത മൾട്ടിപ്പിൾ
അല്ലെങ്കിൽ വീണ്ടും 5 വീതം കൂട്ടി പോയാൽ മതി. 7 5 12, 12 5 17, അടുത്ത എത്ര ആയിരിക്കും 22, അടുത്ത എത്ര ആയിരിക്കും 27. ഇതിങ്ങനെ പോവും. ഇതിങ്ങനെ ഒരു സീരീസ് പോലെ ഇതിങ്ങനെ പൊക്കോളും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് നോക്കും. വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 10 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. 10നെ ഞാൻ 5 കൊണ്ട് ഹരിക്കുക. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യമായപ്പോൾ 10. ശിഷ്ടം എത്ര മക്കളെ കിട്ടിയേ? 0. എനിക്ക് 0 അല്ല 2 വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 2 കൂട്ടുക. അപ്പോൾ 2 ശിഷ്ടം കിട്ടി. ഇവിടെ 2 കൂട്ടിയാൽ ഇവിടെയും കൂട്ടണമെന്ന് ഓർക്കുക. സോ ആദ്യത്തെ നമ്പർ എത്ര? 12. അതായത് 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഒരിക്കലും ശിഷ്ടം വരത്തില്ലടാ. 5ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ശിഷ്ടം വരത്തില്ല. നിങ്ങൾക്ക് എത്രയാണോ ശിഷ്ടം വേണ്ടത് അതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടുക. ഇപ്പോൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിലോ 5ന്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 3 കൂട്ടുക. അപ്പോൾ 13. ഇപ്പോൾ 13നെ ഞാൻ ഹരിക്കുകയാണ്. 13 ഡിവൈഡഡ് ബൈ 5, 2 പ്രാവശ്യം 10, ബാലൻസ് എത്ര വന്നു? 3 വന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടുത്തെ കേസ് നോക്കുവാണെങ്കിൽ 12നെ ഹരിച്ച് നോക്കുക. 12നെ 5 കൊണ്ട് ഹരിക്കുക 2 പ്രാവശ്യം. എത്രയായി മക്കളെ? 10. റിമൈൻഡർ എത്ര വന്നു? 2. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടണമെന്ന് പറഞ്ഞാൽ 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, എന്നിട്ട് അതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടണം. അപ്പോൾ 7 12 17 22 27. ഇതിനകത്ത് നമ്മൾ 7നെ അങ്ങ് ഒഴിവാക്കും. കാരണം എന്താ? 7നെ ഒഴിവാക്കാൻ കാരണം എന്താ? 2 ഡിജിറ്റ് നമ്പർ ആവേണ്ടേ. അപ്പോൾ 12 17 22 27 മുതൽ 97 വരെയുള്ള നമ്പർ ആവേണ്ടേ. ഇനി നമുക്ക് എന്താ വേണ്ടേ? 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന എല്ലാ 2 അക്ക സംഖ്യകളുടെയും ശരാശരികൾ. അപ്പോൾ 12 17 22 27 അപ് ടു 97. അപ്പോൾ ഇത് നമ്മൾ ഇതെല്ലാം കൂടെ എഴുതി കൂട്ടിയിട്ട് നടുക്കത്തെ നമ്പർ വട്ടം ഇടാൻ പോകാനൊന്നും നടക്കത്തില്ല. സോ നമ്മൾ ചെയ്യേണ്ടത് എത്രയാണ്? എന്ത് ചെയ്യണം? 12 97, 12 മുതൽ 97 വരെയുണ്ട്. അപ്പോൾ ഇത് AP അല്ലേ? കോമൺ ഡിഫറൻസ് 5 അല്ലേ? അതെ അല്ലേ? പൊതുവ്യത്യാസം 5 ആയിട്ടുള്ള സമാന്തര ശ്രേണി അല്ലേ? അതെ. ഇപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര? 5. 12 12 5 17, 17 5 22, 22 5 27. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര? 5. അപ്പോൾ പൊതുവ്യത്യാസം 5 ആയിട്ടുള്ള ഒരു AP ആണിത്. APയുടെ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ മക്കളെ? APയുടെ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ആവറേജ് ഓഫ് AP നമ്മൾ നേരത്തെ പറഞ്ഞതാ. എന്താ ചെയ്യേണ്ടേ? ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 12 പ്ലസ് 97 ഡിവൈഡഡ് ബൈ 2. സോ 109 ഡിവൈഡഡ് ബൈ 2 54.5 എന്ന് കിട്ടും. ശരിയാണോ? യെസ്. 54.5 എന്ന് കിട്ടും. സോ ഇത്രയേ ഉള്ളൂ. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 കിട്ടണമെന്ന് പറഞ്ഞാൽ 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, ശിഷ്ടം 2 കൂടെ കൂട്ടുക. അപ്പോൾ 5ന്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ 2 കൂട്ടിയാൽ. അപ്പോൾ ഞാൻ വേറെ ഒരു കാര്യം ചോദിക്കട്ടെ. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടണം. 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം 1 കൂടെ. അതായത് 7x + 1. 7ന്റെ മൾട്ടിപ്പിൾ കൂടെ 1 കൂടെ കൂട്ടുക. അപ്പോൾ ആദ്യത്തെ നമ്പർ ഏതാ? 7 × 1 7. 7ന്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ 8. അടുത്ത എത്ര? 7 × 2 14. അതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ 1 കൂടെ കൂട്ടുമ്പോൾ 15. അടുത്തൊരു ചോദ്യം. 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടണം. 4ന്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെയല്ല 1 കൂട്ടിയാൽ മതി. 4ന്റെ മൾട്ടിപ്പിൾ 4, 4ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 5. അടുത്ത മൾട്ടിപ്പിൾ 8, 8ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 9. അടുത്ത മൾട്ടിപ്പിൾ 12, 12ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 13. അപ്പോൾ ഈ രീതിയിൽ നമ്പേഴ്സ് എഴുതി നോക്കുക. എന്നിട്ട് അത് AP കോൺസെപ്റ്റിലേക്ക് ആക്കുക. APയുടെ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണോടാ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. ഇങ്ങോട്ട് നോക്കിക്കേ. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 36 ആയാൽ ആദ്യത്തെ സംഖ്യയുടെയും അവസാനത്തെ സംഖ്യയുടെയും തുക എന്നത്. ദി ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് കോൺസിക്യൂട്ടീവ് നമ്പറിന്റെ കാര്യം. 36 ആണ്. ഫൈൻഡ് ദ സം ഓഫ് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പറിനെ x ആയിട്ട് എടുക്കുക. അടുത്ത നമ്പർ x + 2, അടുത്ത നമ്പർ x + 4, അടുത്ത നമ്പർ x + 6, അടുത്ത നമ്പർ x + 8. 5 നമ്പർ കിട്ടിയില്ലയോ മക്കളെ? കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിന്റെ ശരാശരി കാണും. ഇതെല്ലാം കൂടെ കൂട്ടണം. സോ x + 2 + x + 4 + x + 6 + x + 8 ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടടാ? 1 2 3 4 5 നമ്പർ ഉണ്ട്. അപ്പോൾ 5 കൊണ്ട് ഹരിക്കണം. തുകയെ ഭാഗം കൊണ്ട് ഹരിക്കും, തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴല്ലേ ശരാശരി കിട്ടുന്നത്. അപ്പോൾ തുക എന്ന് പറയുന്നത് x + 2 x + 4 x + 6 x + 8 എല്ലാം കൂടെ കൂട്ടുക ഡിവൈഡ് ബൈ 5. അന്നേരമാണ് ശരാശരി കിട്ടുന്നത്. എത്ര മക്കളെ? 36. x എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 4 5. അപ്പോൾ 5x. പിന്നെ നമ്പർ എല്ലാം കൂടെ കൂട്ടണം. എത്ര നമ്പർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര? 2 4 6 6 12 8 20. 5x + 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും മക്കളെ? 36 എന്ന് കിട്ടും. ഓക്കെ ആണോ?
അതെ. എടാ അപ്പോൾ 5x + 20 എത്ര? 5x + 20 എത്ര? ഈ 36നെ 5 കൊണ്ട് മൾട്ടിപ്പിൾ 5 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഏത് നമ്പറിനെയാണോ 5 കൊണ്ട് ഗുണിക്കേണ്ടത് അതിൻ്റെ പകുതി എടുത്തിട്ട് 10 കൊണ്ട് ഗുണിച്ചാൽ മതി. പകുതി എടുക്കുമ്പോൾ 180, സോറി 18, 36ന്റെ പകുതി 18. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 180. അപ്പോൾ 5x + 20 180 ആണെങ്കിൽ 5x എത്ര ആയിരിക്കും? ഈ 20 അപ്പുറത്ത് പോകണം, അപ്പോൾ എത്ര കിട്ടൂടാ? 160. ഓക്കെ, അപ്പോൾ 5x 160 ആണെങ്കിൽ 5x 160 ആണെങ്കിൽ x എത്രടാ? 160 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും മക്കളെ? 32 എന്ന് കിട്ടും. 0 കളഞ്ഞിട്ട് ഇരട്ടി എടുത്താൽ മതി. 5 കൊണ്ട് ഹരിക്കാൻ പറയുവാണെങ്കിൽ, അതായത് 10 കൊണ്ട് ഹരിച്ചിട്ട് ഇരട്ടി എടുക്കുക. അപ്പോൾ x 32 എന്ന് കിട്ടി. എടാ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ x തന്നെയാണ്. എത്ര കിട്ടും? 32. ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? x + 8 ആയിരിക്കും. അതായത് 32ന്റെ കൂടെ 8 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടൂടാ? 40. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എത്ര ആയിരിക്കും? 72 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത് ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ടീച്ചർ വളരെയധികം ഇംപ്രസ്ഡ് ആവുകയും നിങ്ങൾക്ക് അല്ലേ, നിങ്ങളിത് ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ടീച്ചർ വളരെയധികം ഇംപ്രസ്ഡ് ആവുകയും ഇവിടെ ഒരു ശരി, 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 ശരി എണ്ണി നോക്കി മാർക്ക് ഇടും. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് കുറഞ്ഞാൽ അതിൻ്റെ മാർക്ക് കുറച്ച് കളയും. അപ്പോൾ ഇത് 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ എല്ലാ സ്റ്റെപ്പും ഉണ്ടെങ്കിൽ 5 മാർക്ക് കിട്ടും. പക്ഷേ നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലാണ് പോകുന്നതെങ്കിൽ ഈ സ്റ്റെപ്പിനൊന്നും യാതൊരു മാർക്കും ഇല്ല. അപ്പോൾ ഈ ചോദ്യം നമുക്ക് എങ്ങനെ ചെയ്യാം? എടാ തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി നടുക്കത്തെ സംഖ്യയാണ്. അപ്പോൾ ഏറ്റവും ചെറുത്, അതിൻ്റെ വലുത്, അതിൻ്റെ വലുത്, അതിൻ്റെ വലുത്, അതിൻ്റെ വലുത്, തുടർച്ചയായ 5 സംഖ്യകൾ. അതിൻ്റെ ശരാശരി എവിടെ ആയിരിക്കും? നടുക്കത്തെ സംഖ്യ ആയിരിക്കും. അപ്പോൾ ആവറേജ് എത്ര? 36. ഇത് 36 ആണെങ്കിൽ തൊട്ടിപ്പുറത്തേത് 34 ആയിരിക്കും, ഇത് 32 ആയിരിക്കും, ഇത് 38 ആയിരിക്കും, ഇത് 40 ആയിരിക്കും. തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി നടുക്കത്തേതാണെന്ന് അറിയാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്പേഴ്സ് എഴുതാൻ പറ്റും. സോ ഏറ്റവും ചെറിയ നമ്പർ 32, ഏറ്റവും വലിയ നമ്പർ 40. 32 40 കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടൂടാ? 72. ഇതാ കിടക്കുന്നു. ഇതാണ് മക്കളെ ഒരു അക്കാഡമിക് എക്സാമിനേഷനും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും തമ്മിലുള്ള വ്യത്യാസം. അവിടെ സ്റ്റെപ്പിന് മാർക്കുണ്ട്, ഇവിടെ സ്റ്റെപ്പിന് മാർക്കില്ല. എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക. സോ ആ രീതി നിങ്ങൾ തിരഞ്ഞെടുക്കുക. മനസ്സിലായോ? യെസ്. സോ അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്താണ്? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഇതാ തുടർച്ചയായ 5 സംഖ്യകൾ നമുക്കറിയത്തില്ല. ഏറ്റവും ചെറുത്, അതിൻ്റെ വലുത്, അതിൻ്റെ വലുത്, അതിൻ്റെ വലുത്, ഏറ്റവും വലുത്. ആവറേജ് നടുക്കത്തെ നമ്പർ ആയിരിക്കും. നടുക്കത്തെ നമ്പർ അല്ലേ? എത്ര പറഞ്ഞിരിക്കുന്നത് ആവറേജ്? 36. എടാ ഇത് 36 ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഇത് 34 ആയിരിക്കും, ഇത് 32 ആയിരിക്കും, ഇത് 38 ആയിരിക്കും, ഇത് 40 ആയിരിക്കും. ഏറ്റവും ചെറുതും ഏറ്റവും വലുതും തമ്മിലുള്ള തുക എടാ 32 + 40 എത്ര കിട്ടൂടാ? 72. ഇത്രയേ ഉള്ളൂ ഇതിനകത്തിൽ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ആവറേജ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. 3 ചോദ്യങ്ങൾ ഒന്നും ആകുന്നില്ല. ഒരു കടലിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിക്കുന്നത് പോലെയാണ്, ഒന്നും ആകുന്നില്ല. അപ്പം അനേകം ചോദ്യങ്ങൾ ഇനിയും നമുക്ക് ഇതിൻ്റെ എല്ലാം ചെയ്യണം. ആ ചോദ്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഇനിയും ഇതേപോലെ തിരികെ വരാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ബേസ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ആവറേജ് എന്താണെന്നും അതിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വന്തമായിട്ട് ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുകയും ചെയ്യുക. അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും ഇന്ന് പറയുന്നില്ല. ബാക്കി നമുക്ക് മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് ഇതേപോലെ വീണ്ടും കാണാം.